പണ്ടത്തെ കാലഘട്ടത്ത് 10 മക്കളുള്ള ഒരു വീട്ടില് 10 മക്കളുള്ള ഒരു ഉമ്മയും ബാപ്പയും ഈ 10 മക്കളെ നല്ലതുപോലെ പോറ്റി വളർത്തി. ഇന്നോ 10 മക്കൾക്ക് ഈ ഒരു ഉമ്മാനെ ബാപ്പാനെ നോക്കാൻ പറ്റൂല, ഇല്ലേ? എത്ര ഉമ്മമാരുണ്ട് ഇവിടെ വൃദ്ധസദനത്തില്? 10 മാസം ചുമന്നൊരുമ്മ, നിത്യക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടുപാടി ഊണുറക്കത്തിനവധി, ഉമ്മയും താരാട്ടുപാടി ഊണുറക്കത്തിനവധി, പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി പാടി ഉറക്കി എത്ര രാവുകൾ നീക്കി. മക്കളോ വളർന്നു പോയി മക്കളിൽ മക്കളതായി, മക്കളോ വളർന്നു പോയി മക്കളിൽ മക്കളതായി. ഉമ്മയുടെ ചന്തമില്ല ചന്തം കുറവായി, ഉമ്മ വൃദ്ധസദനത്തിൻ്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി. മക്കളോ വളർന്നുപോയി മക്കളിൽ മക്കളായി. മക്കള് വളർന്നു മക്കളിൽ മക്കളായി. ആ സമയം നമുക്കൊരു തോന്നല്, ഈ കളവയ്ക്ക് ഇപ്പൊ ചന്തമൊന്നുമില്ല, ഈ കളവ എന്തെന്നെങ്ങനെ ചിന്തിക്കാറുണ്ട് ചില മക്കള്. ഇതെന്ത് കോലം ഇത് എന്ന് നമ്മളിങ്ങനെ ചോദിക്കൂലേ? പിന്നെ നമ്മളൊന്ന് ഉഷാറായാൽ, സ്വന്തം കാലിൽ നിൽക്കാറായ വാപ്പ ചെയ്യുന്നത് മുഴുവനും കുറ്റം, വാപ്പ മുണ്ടുന്നത് മുഴുവനും കുറ്റം. അങ്ങനത്തെ എത്ര മക്കളുണ്ട്. ഈ തൊട്ടടുത്ത് കാസർഗോഡ് ജില്ലയിൽ വാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനൊക്കെ അറിയാം, കാസിമിയൊക്കെ അറിയാം. ഒരു വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഒരു താടി നരച്ച ഒരാളെ കൊണ്ടുവന്നിട്ട് ഉസ്താദുമാരെ എല്ലാവരും ഇരിപ്പുണ്ട്, സയ്യിദന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാൻ. അപ്പം 2 പേരുടെയും താടി നരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മോനാണോ വാപ്പാണോ ഒന്നും അറിയാൻ വയ്യ. ഞാനങ്ങനെ ചോദിച്ചു ആരാണ്. അപ്പോൾ ആ ഉപ്പ എന്നെ ആദ്യം പറഞ്ഞു, ഇതെൻ്റെ 3ാമത്തെ മോനാണ്, വാപ്പൊക്കെ ഭക്ഷണം വാരി കൊടുക്കുക ആളുകളുടെ ഇടയിൽ. കണ്ടപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞുപോയി, ഇല്ലേ? സ്നേഹ കടലാണുപ്പ, അഴകിൻ്റെ അഴകാണുപ്പ, അലിവുള്ള മനമാണുപ്പ, ജീവന്റെ ജീവനുപ്പ. ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷമൊക്കെ തന്നവരാണവര്. ആ വാപ്പയെ മറന്നു പോകാൻ പാടില്ല, ആ ഉമ്മാനെ മറന്നു പോകാൻ പാടില്ല. മക്കളെത്ര കോടീശ്വരനായാലും മക്കളെത്ര സമ്പത്തുള്ളവരായാലും അവരെ ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട വാപ്പയെ നല്ലതുപോലെ സ്നേഹിക്കുന്ന മക്കളാകണം. അതാണ് ഇവിടെ 3ഉം 4ഉം വാപ്പയും ഉമ്മയുമാണ്. അവരെ പുച്ഛിക്കുന്ന മക്കളാകരുത്, അവരെ തള്ളിക്കളയുന്ന മക്കളാകരുത്. അതുകൊണ്ടാണ് സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്, ആ ഒരു കുട്ടി അവിടുന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അവനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട ബാപ്പയാ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ ഒരു പുതുമണവാളന്റെ കൈ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് വരെ, ആ പൊന്നുമോളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അത് അവളുടെ ബാപ്പ തന്നെയാണ്. എത്രയോ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ 4 കൂട്ടരോട് മഹബ്ബത്തുണ്ടോ? ലാഹികം മസ്റൂറാ, വിട പറയുന്ന ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വിട പറയാൻ പറ്റുമെന്നാണ്